പ്രിയദർശിനിക്ക് പിന്നാലെ സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്ക് തിരിച്ചടിയായി ഇന്ധന ചെലവിൻ്റെ വർധന. ഇന്ധന ചെലവ് 20% വർദ്ധിച്ചതോടൊപ്പം വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് മിനിമം 5 രൂപയാക്കണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടാത്തതും സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. ഇതോടെ പ്രിയദർശിനി മൂലം സ്വകാര്യ ബസ് സർവീസിന് ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് കോഴിക്കോട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പ്രിയദർശിനി ബസ്സുകളുടെ വരവ് കാരണമുണ്ടായ സാമ്പത്തിക നഷ്ടത്തെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ ഡീസലിന് ലിറ്ററിന് 8 രൂപ കൂടിയതിനു പുറമെ ഗുണനിലവാരത്തിൽ വന്ന മാറ്റം കാരണം ഇന്ധനച്ചെലവ് 20% വർദ്ധിച്ചതാണ് സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്ക് തലവേദനയാകുന്നത്. ഇതേ തുടർന്ന് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് മിനിമം 5 രൂപയാക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. തകർന്നുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ് വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KT വാസുദേവൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. ഈ അടുത്തിടെ ഉണ്ടായ ഡീസൽ വില വർധനയിൽ 1 ലിറ്ററിന് 8 രൂപയോളം വർദ്ധിക്കുമ്പോൾ ശരാശരി ഒരു 80 ലിറ്റർ അടിക്കുന്ന ആ ഡീസലിന് മാത്രം തന്നെ 640 രൂപയോളം അധിക ചെലവ് അതിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യവസായം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകൾ SLC വരെ പൂർത്തീകരിച്ച ആളുകൾക്ക് ഒരു കണ്ടക്ട് പാസ് എടുത്തിട്ട് ഒരു കുടുംബത്തിന് നയിക്കാനും ഒരു ജോലിയും കിട്ടുന്ന ഒരവസ്ഥയിലും കൂടി ഇല്ലായ്മ പോവുകയാണ്. ഈ മേഖലയിലേക്ക് ആൾ കടന്നു വരുന്നില്ല. പല ബസ്സില്ലാത്ത ആളുകളും തൊഴിലാളികൾക്കുള്ള വേതനം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട റൂട്ട് എന്ന് പറയുകയാണെങ്കിൽ വയനാട് അടിവാരം വരെ കുന്നമംഗലം, വെള്ളിമാടുന്ന്, മുക്കം, താമരശ്ശേരി, കണ്ണൂർ, പിന്നെ കുറ്റ്യാടി എന്ന് വേണ്ട ഒരുപാട് ഭാഗങ്ങളിൽ ഈ KSRTCനെ കൊണ്ട് കടക്കണിയിലായിട്ട് ഇരിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞ ബസ് ഉടമകൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, ചെലവിന് ആനുപാതികമായി ബസ് ചാർജ് കൂട്ടുക എന്നീ ആവശ്യങ്ങളും സ്വകാര്യ ബസ് ഉടമകൾ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ബസ്സുകൾ ഉപയോഗിച്ചതിന്റെ പണം ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും ഉടമകൾ ആരോപിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.